قال رسول الله صلى الله عليه وسلم 4 من السعادة و4 من الشقاوة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സഹാബ, അത് വിജയത്തിന്റെ ഭാഗമാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സഹാബ, അത് പരാജയത്തിന്റെ അടയാളമാണ്. 4 കാര്യങ്ങൾ വിജയത്തിന്റെ ഭാഗം, 4 കാര്യങ്ങൾ പരാജയത്തിന്റെ ഭാഗം. ഏതൊക്കെയാണ് കേട്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. 4 മിനസ് സഅദ, 4 കാര്യങ്ങൾ വിജയത്തിൽ പെട്ടതാ. അൽ മർഅതു സ്വാലിഹ, ഒന്ന് സാലിഹത്തായ ഇണയെ ആർക്ക് ലഭിച്ചോ അവൻ വിജയിച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ സയ്യിദുനാ റസൂലുള്ളാഹി. സാലിഹത്തായ ഇണയെ ലഭിച്ചവൻ വിജയിച്ചു, ദുനിയാവിൽ വിജയിച്ചവനാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവണം. സാലിഹായ ഇണയെ ലഭിച്ചു എന്ന് അഭിപ്രായമുള്ളവരാരൊക്കെയാണ്? ഒന്ന് കൈ ഉയർത്തിക്ക നോക്കട്ടെ. എനിക്ക് ലഭിച്ചത് സാലിഹായ ഇണയാണ്. കൈവക്കാതിരിക്കാൻ പറ്റൂല, കാരണം പുറത്ത് പെണ്ണുങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അറിയില്ല, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തലക്കിട്ട് തട്ടു. ഇണയെ ലഭിച്ചിട്ടുണ്ട? ചിലരൊക്കെ പൊക്കുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ സാലിഹായ ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ. അത് സ്ത്രീകളോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സാലിഹായ ഇണയാണോ? ഇവിടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് പെണ്ണിനെയാണ്. അൽ മർഅത്തു സ്വാലിഹത്തു, സാലിഹത്തായ ഇണയെ ഭാര്യയെ ലഭിച്ചവൻ രക്ഷപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിജയം കൈവരിച്ചവനാകും, അങ്ങനെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? ഒന്നാമതായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലിഹത്തായ ഇണയെ എണ്ണാൻ കാരണം എന്താണ്? സാലിഹത്തായ ഇണയുടെ ലക്ഷണം എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ നദറത ഇലൈഹാ സറതക, നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷം പകരുന്നവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിന് സന്തോഷമാണ്, നിന്റെ മനസ്സിന് റാഹത്താണ്, ആനന്ദമാണ്. അത് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്തേക്ക് നോക്കണ്ടെന്ന് തന്നെയാണ് തോന്നുന്നതെങ്കിൽ മനസ്സിലായിക്കോ, പോയി. മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിനൊരു സന്തോഷം, അത് മുഖത്ത് തന്നെ പ്രകടമാകുന്നുണ്ട് എങ്കിൽ നിന്റെ ഭാര്യ ആരാണ്? സാലിഹത്താണ്. മറ്റേത് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, ഇവന്റെ മനസ്സ് വേറെ അങ്ങോട്ടൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭാര്യയിൽ നിന്നുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അവൾ ശ്രദ്ധിക്കണം. ഭർത്താവിനെ നല്ലതുപോലെ സ്നേഹം കൊണ്ട് മൂടണം, ഭർത്താവിന് വേണ്ടുന്നതൊക്കെ നൽകണം എന്നർത്ഥം. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അൽ മർഅത്തു സ്വാലിഹത്തു, സാലിഹത്തായ ഇണ. അതിന് ഒന്നാമത്തെ അടയാളമാണ് ഈ പറഞ്ഞത്. ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവളാകണം. ഭാര്യ അടുക്കൽ ഭർത്താവ് ചെന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സന്തോഷം കൊടുക്കുന്നവളാകണം. ഒന്ന്. രണ്ടാമത്തത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽമസ്കനുൽ വാസിഉ, വൽമസ്കനുൽ വാസിഉ, ഓരോരുത്തർക്കും അനുയോജ്യമായ നിലക്ക് വിശാലമായ മനോഹരമായ വീട് ഓരോരുത്തർക്കുമുണ്ടോ അവൻ രണ്ടാമത്തെ വിജയം കൊയ്തവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാലമായ വീട്, ഓരോരുത്തർക്കും നല്ല നല്ല മനോഹരമായ സൗധങ്ങൾ. മാഷാ അല്ലാഹ്, നമ്മുടെ കാനങ്ങാടും പരിസര ദേശങ്ങളിലുമൊക്കെ എല്ലാവർക്കും ഹൈറായ വീടുള്ളവര്, ഇല്ലാത്തവർക്ക് അല്ലാഹു ഹൈറായ വീടും നല്ല പശ്ചാത്തലവും നൽകി അനുഗ്രഹിക്കട്ടെ.
ഉറക്കെ പറയുന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വീടും കുടുംബ പശ്ചാത്തലവും ഒക്കെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അപ്പൊ അത് വേണ്ടത് തന്നെയാണ്. വൽമസ്കനുൽ വാസിഉ തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വൽ ജാറു സാലിഹു സാലിഹായ നല്ല അയൽവക്കം നിനക്ക് ലഭിച്ചു, നീ രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല അയൽവക്കമാണ് എങ്കിൽ നീ രക്ഷപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല അയൽവക്കം എല്ലാം ഉണ്ട്, ഭാര്യയുണ്ട്, മനോഹരമായ വീടുണ്ട്, അപ്പുറത്തുനിന്ന് എപ്പോഴും ചീത്തവിളിയും ബഹളമാണ്. കഴിഞ്ഞ് അയൽവക്കം കൊണ്ട് ഇടങ്ങേറായി. നല്ല അയൽവക്കം ഇല്ല, എപ്പോഴും അസൂയ വെക്കുന്ന അയൽവക്കമാണ്, എപ്പോഴും പിണക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അയൽവക്കമാണ് എങ്കിൽ അവൻ നഷ്ടം സംഭവിച്ചവനാണ്, വിജയിച്ചവനല്ല സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല, നാലാമത്തത് ഒന്ന് സാലിഹത്തായ ഭാര്യ, മറ്റൊന്ന് അവന് അനുയോജ്യമായ വിശാലമായ വീട്, മൂന്നാമത്തത് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നല്ല അയൽവക്കം, നാലാമത്തത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വൽ മർകബുൽ ഹനീഉ വൽ മർകബുൽ ഹനീഉ. നല്ല വീട്, നല്ല വാഹനം, അതുകൂടി ഒരുമിച്ച് കൂട്ടിയവന് രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. വൽ മർകബുൽ ഹനീഉ, നല്ല വാഹനം. അവ നല്ല മനോഹരമായ വീടായി, സാലിഹത്തായ ഭാര്യയായി, നല്ല അയൽവക്കമായി, നല്ലൊരു വാഹനമായി. നാല് കാര്യങ്ങൾ. ഈ നാലും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എനിക്കുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നവരാരാ ഉള്ളത്? ഒന്ന് കൈയുയർത്തിക്ക് നോക്കട്ടെ. ഈ നാലും വേണം. ഒന്ന് സാലിഹത്തായ ഭാര്യയാണ്, മറ്റൊന്ന് നല്ലൊരു വീടാണ്, മൂന്നാമത്തത് നല്ല ഹൈറായ നിലക്കുള്ളതാകുന്ന അയൽവക്കമാണ്, അതിനോടൊപ്പം തന്നെ നല്ലൊരു വാഹനവുമാണ്. പായസം കൊടുക്കുന്ന മക്കളെ വേഗം കൊടുക്കും. വളണ്ടിയേഴ്സ് 2-3 പേര് വന്നിരിക്കും, വേഗാട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ 4 കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാണ്. ഈ 4 കാര്യങ്ങൾ തന്നെ ഇല്ലാത്തവരാണ് പരാജിതർ. ആരൊക്കെയാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വഅർബഉ മിനശ്ശഖാവാ, 4 കാര്യങ്ങൾ പരാജയത്തിൽപ്പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണുകയാണ് അൽ ജാറു സൂഉ, മോശപ്പെട്ട അയൽവക്കമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അയൽവക്കം മോശമായാൽ പ്രശ്നമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നബി തങ്ങൾ ആദ്യം എണ്ണിയത് അയൽവക്കത്തെയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. നല്ലത് പറഞ്ഞപ്പോൾ നബി ആദ്യം എണ്ണിയത് ഭാര്യയെ, മോശപ്പെട്ടത് പറഞ്ഞപ്പോൾ ആദ്യം എണ്ണിയത് അയൽവക്കക്കാരെയാണ്. കാരണം എപ്പോഴും അസൂയയോടുകൂടി നിന്നെ കാണുന്നവരാണവർ. നല്ല അയൽവക്കം കൊണ്ട് ഇല്ലാന്നല്ല, പക്ഷെ അധികവും അയൽവക്കക്കാരോട് അങ്ങോട്ടും അസൂയ ഉണ്ടാകും, ഇവന് നിനക്കും ഉണ്ടാകും. നിന്റെ വീട്ടിലൊരു പ്രോഗ്രാം നടന്നാൽ, നിന്റെ വീട്ടിൽ ഒരാൾ ഒരു വാഹനം വാങ്ങിച്ചാൽ, നീ നല്ല രീതിയിൽ ടിപ്ടോപ്പായി നിന്റെ മക്കളും ജീവിക്കുന്നത് കണ്ടാൽ അസൂയ വെക്കും, കണ്ണേറുണ്ടാകും. വേണമെങ്കിൽ കൂടോത്രം ചെയ്യാനും മടിക്കില്ല. എല്ലാവരുമല്ല, ചില ആളുകൾ. അത് കുടുംബത്തിൽപ്പെട്ടവരുമുണ്ടാകും, സമൂഹത്തിൽപ്പെട്ടവരുണ്ടാകും, അതിന് അയൽവക്കമൊന്നുമില്ല. പക്ഷെ വളരെയേറെ കടമകളും കടപ്പാടുകളുമുള്ള വിഭാഗമാണ് അയൽവക്കം. അങ്ങനെയാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എന്നോട് അടിക്കടി വന്നുകൊണ്ട് ഉപദേശം നടത്തുമായിരുന്നു. അയൽവക്കക്കാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവസാനം ഉപദേശ നിർദ്ദേശങ്ങൾ കൂടിയപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹ് എന്റെ വഫാത്തിന് ശേഷം സമ്പത്തിൽ
അനന്തരമെടുക്കുമോ അയൽവാസികൾ? കാരണം അത്രത്തോളം അവരെ ശ്രദ്ധിക്കണേ എന്നുള്ള ഉപദേശമാണ്, നിർദ്ദേശമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എനിക്ക് വസിയത്ത് നൽകിയിരുന്നത്, പ്രവാചകരെ അയൽവാസികളെ ഗൗനിക്കണേ, അവരെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കൂടുതൽ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു വേള ഞാൻ ചിന്തിച്ചു പോയി, സ്വഹാബ അനന്തരം എടുത്തു പോകുമോ സമ്പത്തിൽ അയൽവാസികൾ എന്നവരെ? ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഫവല്ലാഹി ലാ യുഅ്മിനു, ഫവല്ലാഹി ലാ യുഅ്മിനു, ഫവല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസി ആകുകയില്ല സ്വഹാബ, യഥാർത്ഥ വിശ്വാസി ആകുകയില്ല സ്വഹാബ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആകുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ യാ റസൂലല്ലാഹ്, ആരുടെ കാര്യമാണ് റസൂലേ തങ്ങൾ പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖ സദഖ റസൂലുള്ളാഹി. അയൽപക്കക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായ ആളുകൾ, അവരെ പ്രയാസപ്പെടുത്തുന്നതായ ആളുകൾ, അവരുടെ വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുന്ന ആളുകൾ, അരച്ചാണിന്റെ വഴിയുടെ വിഷയത്തിലാണ് മണിക്കൂറുകളും നിന്നുകൊണ്ട് തെറി വിളിക്കുന്നതായ ആളുകളല്ലയോ? ഈ അടുത്തിടെ തന്നെ എത്രയോ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നില്ലയോ? അയൽപക്കക്കാരുമായി വഴിയുടെ വിഷയത്തിൽ അടിയിടുകയാണ്, ചീത്ത വിളിക്കുകയാണ്, കടാരയെടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്, കുത്താൻ വേണ്ടി തയ്യാറാവുകയാണ്, ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന നിലയിൽ കുത്തുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? മുഅ്മിനേ, ഉലമാക്കളാണോ ഉമറാക്കളാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽപക്കക്കാരോടുള്ള കടമകളെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചത് മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചതല്ലയോ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാത്തത്? ഫവല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവൻ യഥാർത്ഥ വിശ്വാസിയാകുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അയൽവാക്കക്കാരനാകുന്ന വ്യക്തി അവന് നല്ല കുടുംബ പശ്ചാത്തലമുണ്ടാകുമ്പോ, അവൻ നല്ല വാഹന സൗകര്യമുണ്ടാകുമ്പോ, അവന് നല്ല സ്വാലിഹത്തായ ഖൈറായ നിലയ്ക്കുള്ള ഇണയെ ലഭിക്കുമ്പോ, അയൽവക്കക്കാരിയാകുന്ന പെൺകുട്ടിക്ക് ഖൈറായ നിലയ്ക്കുള്ളതാകുന്ന ഇണയെ ലഭിക്കുമ്പോ, ഇതെല്ലാം കണ്ടുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി തുനിയുന്നവരെ, സിഹറിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ യഥാർത്ഥ മുഅ്മിനല്ല, വിശ്വാസിയല്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിക്കണം. അയൽപക്കക്കാരോട് വലിയ കടമകളും കടപ്പാടുകളുമുണ്ട്, അത് പൂർത്തീകരിക്കുന്നവരാണോ? ഒരു വേള നമ്മൾ ചിന്തിക്കും. മോശപ്പെട്ട അയൽവക്കത്തെ കിട്ടിയവൻ എന്ത് നിഅമത്ത് കിട്ടിയിട്ടും കാര്യമില്ല, അവൻ പരാജയപ്പെട്ടവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു കല്യാണം വരുന്നു, ആലോചിക്കാൻ അയൽവക്കക്കാരോട്, കൊള്ളൂല, കഞ്ചാവാണ് അവൻ, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്ന ആളുകൾ. ഒരു പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുകയാണ്, അവൾ ശരിയല്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, എല്ലാ നാടുകളിലും ഉണ്ട്, നാടിന്റെ ശാപമാണത്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ തൊട്ട് നമ്മുടെ നാടിനെ കാക്കുമാറാവട്ടെ. ഉറക്കെ പറയുന്ന ആമീൻ. ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടാതെ നിൽക്കും. ഉറക്കം പറഞ്ഞു, അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. കാരണം അവർക്കൊരു മുടക്കോ ഇല്ല, അവരുടെ മക്കളൊക്കെ സേഫാണ്. പിന്നെ റോഡിൽ ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ പറയല് തന്നെ, ബാക്കിയുള്ളവരുടെ മക്കളെ കെട്ടിക്കാതെ എങ്ങനെയെങ്കിലും നിലനിർന്നു പോകണം, ഒരു കാര്യം ഉണ്ടാവില്ല, അങ്ങനെ പറയല് തന്നെ, അത് ശീലമായി പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയുന്നത്? അപ്പൊ നല്ല അയൽവക്കം കിട്ടിയാൽ വിജയിച്ചു, മോശപ്പെട്ട അയൽവക്കമാണ് എങ്കിൽ പരാജയപ്പെട്ടു.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരാജയത്തിന്റെ അടയാളം രണ്ടാമത്തത് അൽ മർഅതു സൂ, മോശപ്പെട്ട സ്ത്രീയാണ്. എന്തു കൊടുത്താലും ഭർത്താവിനോട് സംതൃപ്തി കാണിക്കാത്ത പെണ്ണ്, നന്ദികേട് കാണിക്കുന്ന പെണ്ണ്, അള്ളാഹുവിനോട് മാത്രമല്ല ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണ്, ഏറ്റവും കൂടുതൽ ഭയപ്പാടുന്നത് അവളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പൊതുവേ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമാണ്, എത്ര നന്മ ചെയ്താലും ഒന്നും തന്നില്ല എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തിയതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആകാൻ പാടില്ല. നൽകിയിട്ടുള്ള നിഅമത്തുകൾ, കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിന് ശുക്ർ പ്രകാശിപ്പിക്കണം. അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരാകണം. നമുക്ക് മനോഹരമായ വീട് അള്ളാഹു നൽകി, ഖൈറായ കുടുംബ പശ്ചാത്തലം അള്ളാഹു നൽകി, സാലിഹീങ്ങളാകുന്ന മക്കളെ അള്ളാഹു നൽകി, മനോഹരമായ വാഹനം അള്ളാഹു നൽകി. ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ കാഞ്ഞങ്ങാട് മീനാപ്പീസ് പരിസരത്തൊക്കെ എത്രയോ ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ വിഭിന്നമായ നിലയിൽ അള്ളാഹു ഇതെല്ലാം നൽകിയിട്ടും ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകൾ നന്ദികേടിന്റെ അഹ്ലുകാരല്ലേ? നന്ദികേടല്ലേ? തീർച്ചയായും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വൽ മർഅതു സൂ, മോശപ്പെട്ടതാകുന്ന പെണ്ണ് ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളമാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ മർകബു സൂ, അവനെടുത്തിട്ടുള്ള വാഹനം എപ്പോഴും ഇടങ്ങേറിലാണ്, പ്രയാസത്തിലാണ്. അതുകൊണ്ട് അവന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായി വളരെ ഇടങ്ങേറാക്കുന്ന നിലയ്ക്കാണ് അവന്റെ വാഹനം. ചിലരെങ്ങനെയുണ്ട്, പുതിയ വണ്ടി എടുത്തതാ, പക്ഷെ എടുത്തു കുടുങ്ങിയിരിക്കാൻ ഒരുപാട് പൈസ അതിന്മേൽ ചെലവാകുകയാണ്. അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കോണമെന്നാണ്. മാത്രമല്ല വൽ മസ്കനു ലയ്യിഖു, ഇടുങ്ങിയിട്ടുള്ളതാകുന്ന വീട്, അതും പരാജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾക്കൊന്നും മതിയാവുന്നില്ല. വീടിനെപ്പോഴും ഒരു വിശാലത വേണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞ് 50,000 അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയൊന്നും നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച നിലയ്ക്ക് മനോഹരമായ വീട് വേണം. വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം കണ്ട് റൂമുണ്ടായിക്കോട്ടെ, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അവരതിന് പ്രായമാകുമ്പോൾ മതി. നേരത്തെ തന്നെ റൂം പണിത് വെച്ചിട്ട് പിശാചിന് വസിക്കുന്ന റൂമായി മാറാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. വൽ മസ്കനു ലയ്യിഖു, ഇടുങ്ങിയതാകുന്ന വീട്, അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മനോഹരമായ വീട്ടിൽ വസിച്ചവരാണ്. കസറ ഫീഹി അംവാലുനാ വകസറ ഫീഹി അഅദാദുനാ. ആ വീട്ടിൽ ഞങ്ങൾ വസിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മക്കൾ അനവധിയാണ്, നിരവധിയാണ്. വകസറ ഫീഹി അംവാലുനാ, ഞങ്ങൾക്ക് സമ്പത്തും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതാ ഞങ്ങൾ ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഒരുപാട് വിശാലമായ വീടാണ്, പക്ഷേ ഖല്ലത്ത് ഫീഹി അംവാലുനാ വഖല്ലത്ത് ഫീഹി അഅദാദുനാ. ഈ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം ഞങ്ങളുടെ ആളുകളിൽ എണ്ണം കുറവായി തുടങ്ങിയിട്ടുണ്ട് റസൂലേ. പലരും പലവിധ അസുഖങ്ങൾ മുഖേന മരണപ്പെടാ തുടങ്ങിയിട്ടുണ്ട് റസൂലേ. വഖല്ലത്ത് ഫീഹി അംവാലുനാ, ഇങ്ങോട്ട് താമസം മാറിയതിനു ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് റസൂലേ. ബിസിനസ് എല്ലാം താറുമാറാണ്.
ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ആ സ്വഹാബി വര്യനോട് പറയുകയാണ്, ദറൂഹാ ദമീമാ ദറൂഹാ ദമീമാ, നിന്റെ കൈവശമുള്ളതാകുന്ന ഇപ്പോഴുള്ള വീട് അതങ്ങ് വിറ്റേക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തായി പറഞ്ഞത്? മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ളതുപോലെ ജീവിതത്തിൽ ഐശ്വര്യമില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു, ദുർമരണങ്ങൾ ഉണ്ടാവുന്നു, സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. ഒരു മരണം സംഭവിച്ചു, രണ്ട്, അതല്ല ഈ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരണങ്ങൾ അധികരിക്കാണ്. ആ വീട്ടിലുള്ളവരൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഓരോ അപകടങ്ങൾ വരുന്നു, ദുരിതങ്ങൾ വരുന്നു, പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്നു, സമ്പത്ത് ചുരുങ്ങുന്നു, ബിസിനസ് ഒക്കെ താറുമാറാകുക. അപ്പൊ നബിയോട് ഈ കാര്യം പറഞ്ഞപ്പോ നബി പറഞ്ഞു, ദറൂഹാ ദമീമ, അതങ്ങ് കൊടുക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഒഴിവാക്കാൻ പ്രവാചകർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അത് നല്ലൊരു വിലയ്ക്ക് വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് മാറുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ മരിച്ചു, സ്വാഭാവികമാണ്, വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിക്കും, ഉടനെ തന്നെ അതൊക്കെ വിൽക്കാൻ വെക്കാണ്, OLX കൊണ്ടിട്ടേക്കാണ് പേര വിൽക്കാൻ വേണ്ടി. അതല്ല പറഞ്ഞത്. സാധാരണ വീടുകളിൽ ഒന്നോ രണ്ടോ മരിപ്പൊക്കെ നടക്കും, സ്വാഭാവികമാണ്. വീട്ടിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മരണപ്പെട്ടുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ സമ്പത്ത് വല്ലാതെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഉണ്ടായാൽ ആ വീടങ്ങ് ഒഴിവാക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. നല്ലൊരു വിലയ്ക്ക് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ് ഈ 4 കാര്യങ്ങൾ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, സ്വാലിഹത്തായ ഇണ, മനോഹരമായ നല്ല വിശാലമായ വീട്, ഓരോരുത്തർക്കും അനുയോജ്യമായ വീട്, നല്ല മനോഹരമായ വാഹനം, അതുപോലെ തന്നെ നല്ല അയൽപക്കം, ഇത് 4 ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഒരു വീട് നമ്മൾ വെക്കാൻ തുനിയുമ്പോ ആദ്യം ഇതെല്ലാം നോക്കണം. നല്ല അയൽപക്കമാണോ നോക്കണം. ഒരു സ്ഥലത്ത് വീട് വെക്കാൻ പോവാണ്, പുതുതായിട്ട് നമ്മൾ ഇനി പണിയാൻ പോവാണ്, ആദ്യം നോക്കേണ്ടത് ഇതാണ്. അല്ലാതെ പോയിട്ട് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന കണ്ണായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര വില കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞൊന്നും വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണോ, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണോ നോക്കണം. അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അതിനാണ് ഈ പറയുന്നത്. പള്ളി, നമുക്ക് പള്ളിയിൽ പോയി വരാൻ അടുത്ത് പള്ളി സൗകര്യമുണ്ടോ? ഇപ്പൊ പള്ളിയുടെ അടുത്ത് ആരും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലഘട്ടമാണ്. കാരണം എന്താ? സുബൈക്ക് ആചാരെ കണ്ടില്ലല്ലോ, മഗ്‌രിബിന് ആചാരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാര് പള്ളിയിലെ ഉസ്താദ്. കാരണം ഏറ്റവും അടുത്ത് താമസിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേസമയത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഒന്നും അറിയണ്ട, വരുന്നതും അറിയുന്നില്ല, പോകുന്നതും അറിയുന്നില്ല. എപ്പോഴെങ്കിലും ജുമായ്ക്ക് വന്ന് അസ്സലാമു അലൈക്കും, സാധേ സുഖം തന്നെയല്ലേ എന്ന് വെച്ചിട്ട് പോയാൽ മതി. ആ പള്ളി വരുന്നില്ലല്ലോ, നമ്മുടെ അടുത്ത നിസ്കാര പള്ളിയുണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ പോകും സാർ. അപ്പം പള്ളി കയറിയിട്ട് 1.5 കൊല്ലമായി, എന്നിട്ടാ പറയുന്നത് തൊട്ടപ്പുറത്ത് കയറുക. കാരണം അങ്ങനെ പറഞ്ഞിട്ട് ഊരാം, ആ ഒരു ചിന്താഗതിയാണ്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. പള്ളിയുടെ അടുക്കൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നല്ല വെള്ള സൗകര്യം നോക്കി, നല്ല പള്ളി അടുത്തുണ്ടോ നോക്കി, അയൽവക്കക്കാരൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഒന്ന് അന്വേഷിച്ച് വെച്ചിട്ട് വേണം വീട് വെക്കാൻ. എങ്ങനെയുണ്ട് അവിടെ? ഈമാനുള്ള അഹ്ലുകാരാണോ, പള്ളിയുമൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണോ? അതാണല്ലോ നല്ല അയൽവക്കമാണെന്നുള്ളതിന് ഒന്നാമത്തെ മുൻഗണന, അതാണല്ലോ നോക്കുക. അത് പള്ളിയിലെ ഉസ്താദുമാരോട് അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖരോട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു വെച്ചിട്ട് വേണം നമ്മൾ അവിടെ വീട് പണിയാൻ തുടങ്ങാൻ. വീട് പണിത് കഴിയുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറവും അല്ലാഹ് കുടുങ്ങി കിടക്കാൻ, ശൈത്താനും കടലിന് ഇടയ്ക്ക് വിട്ട പോലെയായി. പിന്നെ കടന്ന് വീട് വിൽക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീടാണ് ഓരോന്ന് വരിക. ചിലപ്പോൾ സാലിഹത്തായ ഇണയെ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. വീട് കിട്ടിയതിനു ശേഷം പിന്നീട് നോക്കി എല്ലാവരും എന്താ, നല്ലൊരു വാഹനം കൂടി വേണം, അതിന് പറ്റിയൊരു വാഹനവും വാങ്ങും. അത് വാങ്ങുമ്പോഴും നോക്കണം ഏതെല്ലാം വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലുണ്ട്, അതിൽ ഏറ്റവും നല്ല മൈലേജ് ഉള്ള, ഏറ്റവും നല്ല ഈടുറ്റ, അവനവന്റെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ചിട്ടുള്ള നല്ല വാഹനം വാങ്ങിക്കുക. അതിനൊന്നും തെറ്റില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന ഒട്ടകം മുന്തിയിനം ഒട്ടകമായിരുന്നു. വല്ലബാ എന്നാണ് ഒട്ടകത്തിന്റെ പേര്. വ്യത്യസ്ത വാഹനങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധ
എന്ന് മാത്രമല്ല ലാ തുസ്ബഖു, മദീനയിൽ അന്നത്തതാകുന്ന അക്കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ ഒട്ടകത്തേക്കാൾ മുൻകടക്കുന്നതാകുന്ന ഒട്ടകം വേറൊന്നില്ലായിരുന്നു. അത്ര സ്പീഡിൽ ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നല്ല വാഹനം വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് മതി. വലിയ ലോണൊക്കെ ഇട്ടിട്ട് അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വലിയ കൂടിയ വാഹനമൊക്കെ വാങ്ങിച്ച് പത്രാസ് കാണിക്കും. ചെറിയ പൈസക്ക് ഇപ്പൊ വണ്ടി അടക്കാൻ പറ്റും. ഇറക്കി കഴിഞ്ഞ അടവ് വരുമ്പോഴത്തേക്കും പ്രയാസപ്പെടുക. പിന്നെ വീട് ഒന്നായിട്ട് കൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥ, ഭാര്യയുടെ കയ്യിൽ കിടന്ന സ്വർണം മുഴുവൻ ഊതിരി കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പത്രാസ് കാണിക്കാൻ 10 പേരുടെ മുന്നിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. അവനവന്റെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ച് അവനവന് അനുയോജ്യമായ വാഹനം. ഒരാൾക്ക് കാർ ആവശ്യമില്ല, ചെറിയൊരു സ്കൂട്ടറാണെങ്കിൽ അതിന്റെ കാര്യമുള്ളൂ. കാർ വെറുതെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് എന്താ കാര്യം? പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാര്യമില്ല. ഏത് വാഹനമായിക്കോട്ടെ ഉപയോഗശൂന്യമായിട്ടൊന്നും ഇടാൻ പാടില്ല. അത് വീടാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ ഒരു റൂം പണിയുന്നതിൽ കാര്യമില്ല. ഒരു വീടിന്റെ യഥാർത്ഥമാകുന്ന അടിസ്ഥാനം ആ വീട്ടിൽ താമസമുണ്ടാവലാണ്. വീട്ടിൽ ആൾതാമസം ഉണ്ടായിരിക്കണം. വീട് പണിതിട്ട് ചില ആളുകൾ വലിയ പടവന്താരം പോലെ വീട് പണിതിടും. അതിൽ ആൾതാമസം ഇല്ല, താമസിക്കാൻ ആളില്ല. അങ്ങനെ വരാൻ പാടില്ല. ആ വീട്ടിൽ ആഴ്ചയിലെങ്കിലും പോയി 2 റക്അത്ത് നിസ്കരിക്കണം. വീട് പണിതിടുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമസ്കാരം കൊണ്ട് ആ വീട് ജീവസ്വച്ഛതാക്കണം. ഇല്ലെങ്കിൽ പിശാച് കയറി രാപാർക്കും. അങ്ങനത്തെ വീടുകൾ പിന്നീട് ബറക്കത്തുണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസകരമാകും. ഒരു വീട്, ആ വീട് തീർച്ചയായിട്ടും വാസയോഗ്യമായിരിക്കണം, താമസിക്കണം. ആര് താമസിക്കണം? ദീനുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ളതാകുന്ന സഹോദരനും സഹോദരിയുമായിരിക്കണം അവിടെ താമസിക്കേണ്ടത്. അങ്ങനെയുള്ള കുടുംബം താമസിച്ചാൽ ആ വീട് വലിയ ഐശ്വര്യമുള്ളതാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.